അന്നേരം എന്താ പറയാ എല്ലാവർക്കും എന്റെയും എന്റെ ഫാമിലീസിന്റെയും വലിയ പെരുന്നാൾ ആശംസകൾ. അന്നേരം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് അറിയാലോ ഇതാണ്. എന്നിട്ട് അതിൻ്റെതായ അത്ര വലിയനായിട്ടൊന്നും ഇതായിട്ട് വലിയ ഇതൊന്നും ആഘോഷമൊന്നും ഇല്ല. ജസ്റ്റ് എൻ്റെ വീട് ഉമ്മാൻ്റെ വീട് ഇവിടെ തന്നെയാണ്, കണ്ണൂർ തന്നെയാണ്. എന്നിട്ട് അവിടത്തേക്ക് പോവാ, അവിടുന്ന് ഇവളെ ഉപ്പാൻ്റെ വീട്ടിൽ പോവാ, ഉമ്മാവൻ്റെ വീട്ടിൽ, അങ്ങനെ കുറച്ചെടുത്ത് ജസ്റ്റ് ഒന്ന് കയറി അതൊന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അത് യാത്ര ചെയ്യാനും പറ്റാത്ത സിറ്റുവേഷനും കൂടിയല്ലേ. അന്നേരം അതിൻ്റെ ഒരു ഇതെല്ലാം ആയതുകൊണ്ട് നമ്മള് എന്താ പറയുക ചെറിയ രീതിയില് ഒരു ഫസ്റ്റത്തെ വലിയ പെരുന്നാളാണ്. അതുകൊണ്ടാണ് ചെറുതായിട്ട് ഇത്ര വലിയ ഇങ്ങനെ മറ്റേ എന്താ പറയാ ആഘോഷവും കാര്യങ്ങളൊന്നും ഇല്ല. അന്നേരം ഇന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മള് വീഡിയോ ഉണ്ടാവും. അതുപോലെ തന്നെ ചെറിയ അല്ലെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിലും ഓൾമോസ്റ്റ് ഒരു ചെറിയ പോർഷൻ എങ്കിലും ഇൻക്ലൂഡ് ചെയ്യണമെന്നല്ല ഉണ്ട്. അതുപോലെ അപ്ലോഡ് ചെയ്യാൻ എപ്പോഴാന്ന് പറയാൻ പറ്റൂല. പെരുന്നാള് കഴിഞ്ഞിട്ട് തന്നെ ആയിരിക്കും. പിന്നെ എഡിറ്റ് ചെയ്ത് അത് കുറെ പണി ഉണ്ടാവുമല്ലോ. അതിന്റെ പേരും തന്നെ ഇതും നടക്കൂല, എഡിറ്റിങ് നടക്കൂല, ഒന്നും നടക്കൂല. ആ ഒരു സിറ്റുവേഷനിലേക്ക് ആയിരിക്കും പോവാ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മള് മാക്സിമം 1-2 ഡേയ്സിന്റെ ഉള്ളിൽ ഇത് എന്താ പറയാ വീഡിയോസ് ഇടുന്നതായിരിക്കും. ഇതാണ് എന്റെ ഡ്രസ് കേട്ടോ, പെരുന്നാൾ ഡ്രസ്. നമ്മള് രാവിലെ ഒരു 4 o'clock ആകുമ്പോഴേക്കിനെ എല്ലാവരും എണീച്ച് നമ്മള് രാവിലത്തെ സുബഹ നിസ്കാരം അതെല്ലാം കഴിഞ്ഞ് പിന്നെ പെരുന്നാളിനൊരു വേറെ തന്നെ ഒരു പ്രിപ്പറേഷൻ ആണ്. എന്തായാലും നോർമലി ഉണ്ടാക്കുന്ന ഫുഡ് തന്നെയാണ് എന്തായാലും പെരുന്നാളിനും ഉണ്ടാക്കുന്നത്. ബട്ട് സ്റ്റിൽ ഒരു എന്തോ ഒരു വേറെ ഒരു സംഭവമാണ് പെരുന്നാളിന്. നിർബന്ധമാണല്ലോ നമ്മള് കണ്ണൂർക്കാർക്ക്. ഇവർക്ക് നിർബന്ധമല്ല, നമ്മള് ഉമ്മ ഉപ്പാക്ക് ആപ്പിൾക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ മോശമല്ലേ അങ്ങനെയല്ല വിചാരിച്ചിട്ട് രാവിലെ അങ്ങനെയാണ് ഫസ്റ്റ് ഒരു 1 year അല്ലേ ഉള്ള. പിന്നെ അങ്ങനെ വിടും. അപ്പൊ രാവിലെ സുബഹ കഴിഞ്ഞപ്പാടന്നെ ചായ മുട്ടപ്പം മുട്ടയൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എണീച്ചപ്പാടം അതൊക്കെ കഴിഞ്ഞ് നമ്മള് ഒരു 6-6:30 ആകുമ്പോഴേക്കിനെ കുളിച്ച് ഫ്രഷ് ആയി. 7 o'clock രാവിലത്തെ പെരുന്നാൾ നമസ്കാരം നമസ്കാരം ഉണ്ട് നമുക്ക്, അതുണ്ടായി. അപ്പോൾ ജെൻസ് ആണുങ്ങന്മാരെല്ലാം നമസ്കാരം കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഫുഡൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട്, ഫുഡ് കഴിക്കണം. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ ഉമ്മാനെ ഹെൽപ്പ് ചെയ്യൽ തന്നെയാണ് എൻ്റെ അത് മെയിനായിട്ട്. ഉമ്മ ഒറ്റയ്ക്കല്ലേ, അപ്പോൾ ഞാനും എൻ്റെ സിസ്റ്ററും എല്ലാവരും കൂടി ആദ്യം ഹെൽപ്പിങ് വേറെ ഉണ്ടാവുകൊണ്ട്. സോ ഞാൻ ഫുള്ളി എല്ലാ വീഡിയോയിലും ചിലപ്പോൾ ഉണ്ടാവാനും സാധ്യതയില്ല. കഴിയുന്ന ഞാൻ ഉണ്ടാവും അല്ലേ, നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. ഒറ്റയ്ക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ വീഡിയോ എടുത്തിട്ടില്ല. ചില സമയം എന്താ പറയാ ഫുഡ് കാണിക്കുന്നതിലും ഇതാക്കിയാലും ഫുഡ് കാണിക്കുന്നില്ല, ജസ്റ്റ് ഒരു ഫോട്ടോ നോക്കല്ലേ അത് എടുക്കുക അത്ര തന്നെ. അങ്ങനെ ഇങ്ങനായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളെ പോലെ തന്നെ എന്താ പറയാ കുറെ ആൾക്കാർ ഇല്ലാണ്ട് നിൽക്കുന്ന ആൾക്കാർ എങ്ങനെയാണെന്നുള്ള പുറത്തായിട്ടായിരിക്കും കേട്ടോ. പുറത്ത് തന്നെയാണ് കുറെ ആൾക്കാർ നോർമലായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പേഴ്സണലി പറയുന്ന ആൾക്കാരുണ്ട് ഈ വീഡിയോ എന്താ പറയാ റൂമിന്റെ ഉള്ളിൽ നിന്ന് എടുക്കാണ്ട് പുറത്തുനിന്ന് എടുക്കുക, പുറത്തുനിന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഇപ്പൊ ഇവിടെ മഴയും ഉണ്ട്, സോ ഉറപ്പിക്കാൻ പറ്റില്ല. ഓക്കെ, നമ്മള് മാക്സിമം വീഡിയോ എങ്ങനെയെങ്കിലും ആയിട്ട് എടുത്തിടാനുള്ള നോക്കും. പിന്നെ ഇവിടത്തേക്കാണ് എന്റെ വീട്, എന്റെ തറവാട്. ഒരു പ്ലാനിംഗ് ഒന്നുമില്ല, അങ്ങനെ വലിയ പ്ലാനിംഗ് ഇല്ല. തറവാട്ടിലേക്ക് പോവാ, അങ്ങനെ അവിടത്തേക്ക് പോകും. അത് കഴിഞ്ഞ് അപ്പോൾ ഞാനിത് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് തറവാട്ടിലേക്ക് പോകണം. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കും ഷുവറായിട്ടും. നമ്മള് ഫോട്ടോ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫോട്ടോ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മള് എന്താ പറയാ, നമ്മള് ഫോട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണാം, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ പഴയ വീഡിയോ എല്ലാം പോയി കാണാൻ കണ്ടിട്ട് ഒന്ന് എന്താ പറയാ കമന്റ് രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്താ പറയാ മാക്സിമം നിങ്ങളെ സപ്പോർട്ട്. നമ്മൾ കുറെ 3 വീഡിയോ ഇട്ട് 3 വീഡിയോയിലും അത്യാവശ്യം നല്ല
സപ്പോർട്ട് നല്ല സപ്പോർട്ട് ഉണ്ടായി. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. പിന്നെ അന്നേരം ഫസ്റ്റായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, ഇനി വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ സ്പെഷ്യലായ രാവിലെ മോർണിംഗ് ആയിട്ട് നമുക്ക് ഫുഡ് വന്നത് ഉമ്മാൻ്റെ ഒരു സ്പെഷ്യൽ ഉണ്ട്. എന്താ പറയുക, നെയ്പ്പത്തിനും പിന്നെ അപ്പം ചിക്കൻ സ്റ്റൂ, ചിക്കൻ പൊരിച്ചത്, അതെല്ലാം കാണിച്ചത് കേട്ടോ. അതെന്നാ നെയ്പ്പത്തിൽ ചിക്കൻ ചിക്കൻ ഫ്രൈ, അപ്പം ഇതാണ് മോർണിംഗിൻ്റെ ഫുഡ്. അന്നേരിപ്പോൾ എവിടെയുള്ള വെച്ചാൽ സെവൻ്റെ ഉപ്പാനത്തെത്തി. സെവൻ്റെ ഉപ്പാനത്ത് അതൊരു ഓൾറെഡി നമ്മൾ ലേറ്റായി എത്താൻ വേണ്ടിയിട്ട് മൈലിപ്പോൾ ആങ്കെല്ലാം കൊടുത്ത് കുറച്ച് വീഡിയോസ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. മഴയും പെയ്ത് അങ്ങനെ കുറച്ച് പണിയെല്ലാം കിട്ടി. അന്നേരം ഇതാണ് സെവൻ്റെ ഉപ്പാനത്ത്. സെവൻ്റെ ഉപ്പാനത്ത് ഞാൻ കാണിച്ചു തരാം. ഒരു പഴയ തറവാടാണ്. ആ തറവാട് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് എത്ര കൊല്ലപ്പഴക്കുണ്ട് എന്നാണ് ശമ 200 കൊല്ലപ്പഴക്കുള്ള വീടാണ് ഈ തറവാട്. ഊരിൻ്റെ അകത്ത് പണ്ടേ ഉള്ള വീട്. അത്ര ക്ലിയർ ഒന്നും ഉണ്ടാവില്ല. എല്ലാം എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ ലേറ്റായി, അതുകൊണ്ടാണ്. പിന്നെ വേറെന്തേ ഇതെല്ലാം പറയുകയാണെങ്കിൽ കുറേ വെള്ളത്തിലായിപ്പോയി, കുറേ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ചെറിയ ചെറിയ ഭാഗങ്ങൾ അതിൽ ശമനുപ്പാനത്ത് വന്നതും മവൻ്റെ വീട്ടിൽ പോകുന്നതും മവൻ്റെ വീട്ടിൽ കയറുന്ന നേരമുള്ള ഷൂട്ടിങ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചാൽ കുറച്ച് പ്രായമുള്ളൊരാളും കൂടിയാണ്. കോളും അതിൻ്റെ ഇടയ്ക്ക് കോളും വന്ന് പ്രായമുള്ള ഒരാളെന്നിട്ട് അവർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ വീഡിയോ അവിടുന്ന് വീട്ടിൻ്റെ അടുത്ത് നിന്ന് തന്നെ സ്റ്റോപ്പായി. പിന്നെ ഇത്രയെല്ലാം തന്നെ നമ്മളെ കൂടുതൽ പറഞ്ഞ് നമ്മൾ ബോറടിപ്പിക്കുന്നില്ല. പിന്നെ എന്താ പറയുക, നമുക്ക് വീഡിയോ എടുക്കാനും ഇതാക്കാനൊന്നും അത്ര വലിയ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാൽ അതുകൊണ്ടാണ് മെയിനായിട്ട് സാധനങ്ങളൊന്നും അധികം ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് അതിനനുസരിച്ച് വീഡിയോ എടുക്കാൻ പറ്റാത്തത്. പിന്നെ എന്താ പറയുക, എല്ലാവർക്കും എന്താ പറയുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ, അതന്നെ നമ്മള് രാവിലത്തെ ഫുഡ് കഴിച്ചിട്ട് പോവാണെന്ന് പറഞ്ഞല്ലോ. രജിന്റെ വീട്ടിലേക്ക് പോകുന്ന ടൈമിൽ കോൾ വന്നതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അവിടെ സംസാരത്തിന്റെ ഷൂട്ട് ചെയ്യാൻ സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉച്ചക്കത്തെ വെള്ളിയാഴ്ച നിസ്കാരം നല്ല മസ്തിൽ കടന്ന് ഉറങ്ങി. പിന്നീട് എനിക്ക് ഒരു 5-5:30 നല്ല ഉറക്കം. ഇപ്പൊ രാവിലെ എണീച്ചുകൊണ്ട് അതിന്റെ ക്ഷീണവും ഉണ്ട്. പിന്നെ എന്താ പറയാ, ഈ കിടക്കാനും നല്ല ലേറ്റ് ആയി. അതെ, രാവിലെ ഒന്നാ പറയുന്നത് ഓൾറെഡി 4 മണിയാകുമ്പോഴേക്കും എണീച്ച് അതിന്റെ തലേ നമ്മള് പെരുന്നാൾ രാത്രി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതും ആ പെരുന്നാൾ രാത്രി തൊട്ട് പിറ്റേന്ന് നമ്മുടെ പെരുന്നാൾ നമസ്കാരം വരെയെന്ന് ശരിക്കും ആ ഈദിന്റെ ഡേയുടെ വേറെ തന്നെ ഒരു രസം. അന്ന് രാത്രി മെഹന്തി ഇടല്, നെയ്ബേഴ്സ് എല്ലാം ആയിട്ട് ഇങ്ങനെ സംസാരം കാര്യമെല്ലായിട്ട് മെഹന്തിയിൽ ഇട്ട് കിടക്കുമ്പോൾ ഓൾമോസ്റ്റ് 1:30-2 മണിയൊക്കെ ആയിട്ട്. എന്നിട്ട് എണീച്ചത് 4 മണിക്ക്. ബിരിയാണി കൂടി അടിച്ചാലും ഭയങ്കര മസ്തായി പോയി. അങ്ങനെ നല്ല കിടന്നുറങ്ങി. എണീച്ചത് അപ്പോഴേക്ക് നമ്മള് പകുതി ഡേ പോയില്ല. അങ്ങനെ കുറച്ച് ഫാമിലി ഫോട്ടോസ് എല്ലാം ഡ്രസ്സെല്ലാം ചെയ്ത് ഇറങ്ങുമ്പോഴേക്ക് നല്ല ഇറങ്ങി നമ്മള് വണ്ടി പോകുന്നുണ്ട്, ഉമ്മാമന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. കുറച്ച് പോർഷൻ മാത്രം അതിന് കുറച്ച് കിട്ടി. അതിൽ പിന്നെ മഴ പെയ്ത് തുടങ്ങിയാലോ അത് കട്ട് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് എത്തിയത് എന്താ പറയാ, വീഡിയോ ആയിട്ട് തന്നെ ഉണ്ട് പനത്തെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ. അത് മറക്കും.
ബൈ.